നമ്മുടെ ഭാരതം ഒരു കോട്ട കെട്ടുകയാണ്. കോട്ടയെന്ന് പറഞ്ഞാൽ വെറും കോട്ടയല്ല, ആണവ അന്തർവാഹിനികളുടെ കോട്ട. ഈ കോട്ട എവിടെയാണ് ഭാരതം പണിയുന്നത്? IOR ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ് നമ്മുടെ ഭാരതം പണിയുന്നത്. കാരണം അവിടെ ചൈനയുടെ കടന്നുകയറ്റം വളരെ കൂടുതലാണ്. ഹമ്പൻതോട്ട തുറമുഖമുണ്ട്, ക്യൂംഫ്യൂ തുറമുഖമുണ്ട്, ഗ്വാദ്വാർ തുറമുഖമുണ്ട് ചൈനയ്ക്ക്. ഇങ്ങനെ പല തുറമുഖങ്ങളും അവിടെയുണ്ട്. ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും വ്യാപിച്ച് കിടക്കുന്ന 572 ദ്വീപുകളുള്ള ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യ അന്തർവാഹിനി കോട്ട കെട്ടുന്നത്. മലാക്ക കടലിടുക്കിൻ്റെ മൂക്കിൻ്റെ തുമ്പിലാണ് ഇത് കെട്ടുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചൈനീസ് ഷിപ്പിംഗ്, ഷാഡോ പ്ലാൻ സബ്മറൈൻസ്, സീ ഡിനയൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യക്ക് കോട്ടയിലൂടെ ചെയ്യാനായി സാധിക്കും. ചൈനയുടെ എക്കണോമിക് വൾനറബിലിറ്റീസിനെ ഇന്ത്യക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ്, അതായത് പവിഴമല, ഇന്ത്യ അടിക്കാൻ ഉതകുന്ന പവിഴമലയെ ഈ മലാക്ക കടലിടുക്കിന് മുന്നിലുള്ള ഈ ആണവ അന്തർവാഹിനി കോട്ട അതിന് വലിയ രീതിയിലുള്ള ക്ഷതമേൽപ്പിക്കും എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ ഓഷനിൽ പതിവായി അതിക്രമിച്ച് കയറി വരികയാണ്. ഒരു വർഷത്തിൽ 6 കപ്പലുകളൊക്കെയാണ് ഇന്ത്യ കണ്ടുപിടിച്ച് തിരിച്ചയക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ഭീഷണി ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ കാർ നിക്കോബാറിൽ ഒരു റഡാർ സ്റ്റേഷനും P-81 പോസിഡോൺ പെട്രോളിംഗ് സ്റ്റേഷൻസിൻ്റെയും പണി തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 72,000 കോടി രൂപയുടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് അവിടെ വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് സബ്മറൈൻ ബേസ് ആണ് ഇപ്പോൾ അവിടെ വേണ്ടത്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തുടങ്ങാനായി പോകുന്നത്. ഡെഡിക്കേറ്റഡ് സബ്മറൈൻ ബേസിൽ അക്വസ്റ്റിക് സൈലൻസിങ് ബേസ്, വെർട്ടിക്കൽ ലോഞ്ചിങ് സിലോസ് എല്ലാം അവിടെ വേണം. പോരാത്തതിന് ഇന്ത്യയുടെ പേൾ ഹാർബറാക്കി ഇതിനെ മാറ്റാനാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമെന്നും അറിയാൻ സാധിക്കുന്നു. 2000 കിലോമീറ്റർ ഈസ്റ്റ് വേർഡിലേക്ക് നമ്മുടെ നിരീക്ഷണ പരിധി വ്യാപിക്കും. പോരാത്തതിന് നമ്മുടെ INS അരിഹന്തിനെ അവിടെ ന്യൂക്ലിയർ ആയുധം INS അരിഹന്തിൽ കൊടുത്ത് അവിടെ വിന്യസിക്കും എന്നും അറിയാൻ സാധിക്കുന്നു. ഇതോടുകൂടി INS അരിഹന്തിന് അവിടെ സ്വൈര്യ വിന്യാസം അല്ലെങ്കിൽ സ്വൈര്യ വിഹാരം നടത്താനുള്ളൊരു അനുമതിയാണ് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും മലാക്ക കടലിടുക്കിനെ ബീജിങ്ങിൻ്റെ അക്കിലസ് ഹീൽ എന്നാണ് പറയുന്നത്. ബീജിങ് എങ്ങനെയാണോ ശ്വസിക്കുന്നത് അതുപോലും മലാക്ക കടലിടുക്കിലൂടെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യ പിടിമുറുക്കുന്നത് ബീജിങ്ങിന് വലിയൊരു തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.